നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് മെഡിക്കൽ കൗൺസിലിംഗ് വെബ്സൈറ്റ് വഴി mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള ഓൾ ഇന്ത്യ MBBS, BDS, BSc നഴ്സിംഗിൻ്റെ അവസാനഘട്ട അലോട്ട്മെൻറ്റിൻ്റെ സീറ്റ് മെട്രിക്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 9-ാം തീയതി വൈകുന്നേരം വരെ നമുക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. നീറ്റ് 2025 വെച്ചിട്ടുള്ള നമ്മളുടെ ഓൾ ഇന്ത്യ തലത്തിലുള്ള അവസാന സാധ്യതയാണ് ഈ 4-ാം ഘട്ട അലോട്ട്മെൻറ്റ് അഥവാ സ്ട്രേ വേക്കൻസി. ആർക്കൊക്കെ ആയിരിക്കും ഈ സ്ട്രേ വേക്കൻസി അല്ലെങ്കിൽ 4-ാം ഘട്ടത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക? TC കയ്യിലുള്ള MBBSൻ്റെയും BDSൻ്റെയും യാതൊരുവിധ അഡ്മിഷനും എടുക്കാത്ത എല്ലാവർക്കും പുതിയതായി രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അവരവരുടെ രജിസ്ട്രേഷൻ ഉപയോഗിച്ച് ചോയ്സുകൾ ഫില്ല് ചെയ്യാനോ സാധിക്കും. അലൈഡ് കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ എടുത്ത് നിൽക്കുന്നവർക്കൊക്കെ ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ റാങ്ക് വെച്ചിട്ടോ ഏതെങ്കിലും കോളേജുകളിൽ പ്രവേശനം നേടി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി അവിടുന്ന് TC ഇഷ്യൂ ചെയ്യാനായിട്ട് ആ കോളേജ് അധികാരികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലോ ഒരു അഡ്മിഷൻ നേടി കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ റൗണ്ടിൽ പങ്കെടുക്കാനുള്ള അർഹത ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഓൾ ഇന്ത്യയുടെ MBBS, BDSൻ്റെ 3-ാം ഘട്ടത്തിൽ അലോട്ടഡ് ആയിട്ടുള്ളവർ, അഡ്മിറ്റഡ് ആയിട്ടുള്ളവരെ പരിഗണിക്കില്ല, അലോട്ടഡ് ആയവരെയും ഈ റൗണ്ടിൽ നിന്ന് ഒഴിവാക്കിയായിരിക്കും ഇതിൻ്റെ ഫൈനൽ സീറ്റ് പ്രഖ്യാപിക്കുക. അപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിനാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം നമ്മൾ ഓൾ ഇന്ത്യ തലത്തിലോ കേരള തലത്തിലോ ഒരു സീറ്റ് എടുത്തിട്ടില്ല എന്നുള്ള സത്യപ്രസ്താവനയോടുകൂടി തന്നെയാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കാനായിട്ട് കയറുന്നത്. 4-ാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ സീറ്റ് മെട്രിക്സ് ഇന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം പ്രഖ്യാപിച്ചതിൽ നിന്ന് അല്പം മാറ്റമുണ്ടായിട്ട് പുതിയ സീറ്റ് മെട്രിക്സ് നിലവിൽ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഷെഡ്യൂളിലോട്ട് നോക്കാം. 9-ാം തീയതി വൈകുന്നേരം വരെയാണ് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ, ഇതുവരെ പങ്കെടുക്കാത്തവർക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനും രജിസ്റ്റർ ചെയ്തവർക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള അവസരമുണ്ട്. സ്ട്രേ വേക്കൻസിക്കായിട്ട് മാത്രമായിട്ട് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഓൾറെഡി 3-ാം ഘട്ടത്തിലൊക്കെ പങ്കെടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നിലവിലുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് ഈ 4-ാം ഘട്ട അലോട്ട്മെൻറ്റിൽ ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യാം. 10-ാം തീയതി 11-ാം തീയതിയും അവരുടെ ഇൻറ്റേർണൽ പ്രോസസ്സാണ്. 11-ാം തീയതി വൈകുന്നേരത്തോടു കൂടി 4-ാം ഘട്ട സ്ട്രേ വേക്കൻസിയുടെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും 12-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയും 13-ാം തീയതി മുതൽ 20-ാം തീയതി വരെ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്യാം. ഈ സ്ട്രേ വേക്കൻസിയിൽ അലോട്ടഡ് ആകുന്നവരെയും കൂടെ ഒഴിവാക്കിയിട്ടായിരിക്കും നവംബർ 10-ാം തീയതി കേരളത്തിൻ്റെ സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക. അതായത് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ വരുന്നത്. അതിനുശേഷമാണ് അലോട്ട്മെൻറ്റ്. ഈ ഓൾ ഇന്ത്യയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ, അലോട്ടഡ് ആയാൽ അവരെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. പിന്നെ 2026 എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയ്ക്ക്, ഇത് നീറ്റ് 2025 അവസാനഘട്ട അലോട്ട്മെൻ്റ് ആണ്. പ്രോസ്പെക്ടസിലെ നിയമപ്രകാരം ഇതിലൊരു സീറ്റ് അലോട്ടഡ് ആയാൽ വേണമെങ്കിൽ നമ്മളെ 2026 എക്സാമിൽ നിന്ന് വരെ വേണമെങ്കിൽ ഡിബാർ ചെയ്യാം. അപ്പോൾ ഒരു കാരണവശാലും നമ്മളുടെ ശ്രദ്ധിക്കാതെയോ അല്ലെങ്കിൽ നമ്മൾ കൃത്യമായൊരു തയ്യാറെടുപ്പില്ലാതെ ഓപ്ഷനുകൾ കൊടുക്കരുത്. കൃത്യമായും നമ്മൾ പോകും, അവിടെ പോയി പഠിക്കും എന്നുറപ്പുള്ള സീറ്റുകൾ മാത്രമേ MBBSനാണെങ്കിലും BDSനാണെങ്കിലും BSc നഴ്സിങ്ങിനാണെങ്കിലും കൊടുക്കാവുള്ളൂ. 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, മറ്റൊരാളുടെ സീറ്റ് നമ്മൾ കളയുന്നു. അതുപോലെ തന്നെ 2026 പങ്കെടുക്കാനുള്ള നമ്മളുടെ സാധ്യതകളും ഇല്ലാതാക്കിയേക്കാം. അതുകൊണ്ട് സ്ട്രേ വേക്കൻസിയിൽ ഓപ്ഷൻ ഫില്ല് ചെയ്യുന്നവർ നിർബന്ധമായും ആ കോളേജിൽ ചേർന്ന് അവിടെ പഠിക്കുമെന്നുള്ളവർ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാവൂ എന്നുള്ളത് എല്ലാ വർഷവും സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്. സ്ട്രേ വേക്കൻസി 4-ാം ഘട്ടത്തിൽ നമുക്കറിയാം, സംസ്ഥാന തലത്തിലൊക്കെ നമുക്ക് പ്രവേശനം കിട്ടിയവരെയൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യയുടെ 3rd അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്തവരെ അതാത് സംസ്ഥാനങ്ങളുമൊക്കെ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ നിലവിൽ നിങ്ങൾ ഒരു കോളേജുകളിലും പ്രവേശനം നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഏതാണ്ട് MBBSന് ഓൾ ഇന്ത്യ കോട്ടയും ഓപ്പൺ കോട്ടയുമായിട്ട് ഏതാണ്ട് 450ഓളം സീറ്റുകളാണ് സീറ്റ് മാട്രിക്സ് പ്രകാരം ഉള്ളത്. BSc നഴ്സിംഗ്, അതുപോലെ തന്നെ BDS, അതുപോലെ തന്നെ MBBS 3 കോഴ്സുകൾക്കാണ് ഒഴിവുകളുള്ളത്. അതുപോലെ ESI കോട്ടയിലെ ഒഴിവുകളുണ്ട്, ഡീംഡ് കോളേജുകളുടെ ഒഴിവുകളുണ്ട്. അപ്പോൾ അവിടെ ഡീംഡ് കോളേജുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ 2 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഫീസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഓപ്പൺ കോട്ടയിൽ ഓരോ സ്റ്റേറ്റുകൾ അനുസരിച്ച് നിങ്ങൾക്ക് വേക്കൻസികൾ നോക്കാം. കേരളത്തിൽ അറിയാം, ഏതാണ്ട് 16 സീറ്റുകളോളമാണ് കേരളത്തിൽ വേക്കൻസികളുള്ളത്. MBBSന്
തമിഴ്നാട്, കർണാടകം എന്നിവിടങ്ങളിൽ ഏതാണ്ട് 30 മുകളിൽ സീറ്റുകളാണ് ഒഴിവുകളുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സീറ്റുകൾ നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിൻ്റെ സീറ്റുകൾ അതാത് കാറ്റഗറിയിലോട്ടൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതാത് കാറ്റഗറിയിൽ ആളില്ലെങ്കിൽ പോലും മറ്റു കാറ്റഗറികളിലോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ഈ അലോട്ട്മെൻറ്റ് സീറ്റ് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മുടെ കാറ്റഗറിയിൽ മാത്രമേ ഒഴിവുണ്ടെങ്കിൽ വെക്കാവുന്നില്ല. നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കുന്ന ഏത് കോളേജുകളിലും നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാനായിട്ടുള്ള അർഹതയുണ്ടായിരിക്കും. ഒഴിവുള്ള സീറ്റുകളിൽ മാത്രമേ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാവൂ എന്നില്ല. നിങ്ങളുടെ പ്രൊഫൈലിൽ ഏതൊക്കെ സീറ്റുകൾ വേക്കൻസി കാണിക്കുന്നോ അവിടെയെല്ലാം നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഫില്ല് ചെയ്യാം. കാരണം കാറ്റഗറിയും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിലൊക്കെ ആളില്ലെങ്കിൽ കാറ്റഗറി ചേഞ്ച് അനുസരിച്ചൊക്കെ ഇത്തവണ അലോട്ട്മെൻറ്റ് നടത്തി സീറ്റ് ഫില്ലാക്കുകയും ചെയ്യും. ESI IP വാർഡായിട്ടുള്ളവർ അവരുടെ സീറ്റുകളും ശ്രദ്ധിക്കണം. കാറ്റഗറി അനുസരിച്ച് തന്നെയാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഓപ്പൺ കാറ്റഗറിയിലും അതുപോലെ മറ്റ് കാറ്റഗറിയിലുമൊക്കെ ഒഴിവുകളുണ്ട്. ESI കോളേജ് വെച്ച ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പം നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തിട്ട് 3ാം ഘട്ടമൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തതുപോലെ അവൈലബിൾ കോളേജുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അവിടുത്തെ ഫീസൊക്കെ മനസ്സിലാക്കി മാക്സിമം ഓപ്ഷനുകൾ ഫില്ല് ചെയ്യുക. പോകാമെന്ന് ഉറപ്പുള്ള മാക്സിമം ഓപ്ഷനുകൾ ഫില്ല് ചെയ്യുക. നമുക്ക് കേരളത്തിലെ എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് നമുക്ക് നോക്കാം. കേരളത്തിൽ ഡീംഡ് കോളേജ് അമൃതയുണ്ട്. അമൃത ഡീംഡ് കോളേജാണ്. അവിടെ NRI സീറ്റ്, MBBS 1 സീറ്റും, ഡീംഡ് കോളേജുകളിൽ 2 സീറ്റുമാണ് ഒഴിവുള്ളത്. ഡീംഡിന് ഏതാണ്ട് 27 ലക്ഷം രൂപ ഫീസുള്ളതാണ് ഈ MBBS സീറ്റ്. അവിടെ 2 ഒഴിവാണുള്ളത്. അതല്ലാത്ത ഗവൺമെൻറ് മേഖലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഒരു ഒഴിവുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം BDSൻ്റെ സീറ്റുകളാണ് ഒഴിവുള്ളത്. പിന്നെ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ട് എത്തുമ്പോഴേക്കും അവിടെ BDSന് ഒഴിവുകളുണ്ട്. കൊല്ലം മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റുകൾ ഒഴിവുണ്ട്. പിന്നെ കാസർഗോഡ് മെഡിക്കൽ കോളേജ് അവിടെയും MBBSൻ്റെ ഒഴിവുകളുണ്ട്. കോന്നി മെഡിക്കൽ കോളേജ്, അതുപോലെ പരിയാരത്ത് BDSന് ഒഴിവുകളുണ്ട്. എറണാകുളം മെഡിക്കൽ കോളേജിൽ, ഇടുക്കി മെഡിക്കൽ കോളേജിൽ MBBS സീറ്റുകൾ ഒഴിവുണ്ട്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ MBBSന് ഒഴിവുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ BDSന് ഒഴിവുകളുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ BDSന് ഒഴിവുണ്ട്. കോട്ടയത്തെ MBBS സീറ്റിന് OBC കാറ്റഗറിയിൽ ഒരു ഒഴിവുണ്ട്. OBC കാറ്റഗറികളാണ് BC നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത്. SC കാറ്റഗറിയിൽ ഒഴിവുണ്ട്. EWS കാറ്റഗറിയിൽ തൃശ്ശൂരിൽ MBBSന് ഒഴിവുണ്ട്. അപ്പം ഇത് കേരളത്തിലെ ഒഴിവുകൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. തമിഴ്നാട്, കർണാടകം പോലെയുള്ള സ്റ്റേറ്റുകളുടെയും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളുടെ സീറ്റ് മെട്രിക്സ് നോക്കി നിങ്ങളുടെ സാധ്യതകളെ മനസ്സിലാക്കുക. MBBSന് ഓൾ ഇന്ത്യ കോട്ടയിലും ഓപ്പൺ കോട്ടയിലും ഏതാണ്ട് 450 സീറ്റുകളാണ് ഒഴിവുള്ളത്. മറ്റ് ഡീംഡ് കോളേജുകളിലെ MBBS സീറ്റുകൾ, NRI സീറ്റുകൾ, അതുപോലെ തന്നെ BDSൻ്റെ സീറ്റുകൾ, BSc നഴ്സിംഗിൻ്റെ സീറ്റുകളെല്ലാം കൂടെ ഏതാണ്ട് 1200 സീറ്റുകളാണ് ഈ സ്ട്രേ വേക്കൻസിയിൽ ഫില്ല് ചെയ്യപ്പെടുന്നത്. അപ്പോൾ mcc.nic.in എന്ന വെബ്സൈറ്റിൽ നീറ്റ് 2025 ക്വാളിഫൈ ചെയ്തിരിക്കുന്നവർക്ക് സ്ട്രേ വേക്കൻസിക്ക് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ MBBSനാണ് പോകുന്നതെങ്കിൽ MBBSൻ്റെ സീറ്റുകൾ, BDSനാണ് BDS, BSc നഴ്സിംഗ് അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഫില്ല് ചെയ്യുക. ഇതൊരു സീറ്റ് അലോട്ടഡ് ആയാൽ പിന്നെ നിങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പങ്കെടുപ്പിക്കില്ല. അതുപോലെ അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ 2026 പരീക്ഷയെയും ബാധിച്ചേക്കാം. അതുകൊണ്ട് കൃത്യമായിട്ടും ഒരു തയ്യാറെടുപ്പോടുകൂടി മാത്രമേ നിങ്ങൾ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാവുള്ളൂ. ഇപ്പം നമുക്കറിയാം ഏതാണ്ട് 26,000 റാങ്ക് വരെ, ഓൾ ഇന്ത്യ റാങ്ക് 26,000 വരെ ഉള്ളവർക്കാണ് ഗവൺമെൻറ് മേഖലയിലൊക്കെ MBBS സീറ്റ് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. അപ്പം അതിനുശേഷമൊക്കെയുള്ള വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഓപ്ഷനുകൾ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. നീറ്റ് 2025 അവസാന സാധ്യതയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയൊരു ഓൾ ഇന്ത്യ തലത്തിലുള്ളൊരു MBBS, BDS, BSc നഴ്സിംഗ് സാധ്യതയില്ല. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻ വെക്കുന്നതുമാണ് നല്ലത്. കാരണം നമുക്കിപ്പോൾ 26,000 വരെ കിട്ടിയെന്ന് പറഞ്ഞാൽ പോലും ഈ റാങ്കിനിടയിൽ റാങ്ക് 1 മുതൽ 26,000 വരെ ചിലപ്പോൾ നല്ല കോളേജുകൾ മാത്രം നോക്കിയിരിക്കുന്ന വിദ്യാർത്ഥികളും ഉണ്ടാവാം, ധാരാളം പേര്. അതുകൊണ്ട് അവിടെ അതെത്ര പേരുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ട് മാക്സിമം ഓപ്ഷൻസ് വെക്കാനും ശ്രദ്ധിക്കണം. പക്ഷേ പോകാവുന്ന കോഴ്സുകൾ മാത്രമേ ഫില്ല് ചെയ്യാവുള്ളൂ. ഇത് നിങ്ങളുടെ നീറ്റ് 2025 ഓൾ ഇന്ത്യ തലത്തിലുള്ള അവസാന സാധ്യതയാണ്. ഇനിയൊരു വേക്കൻസി വന്നാൽ പോലും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് മാത്രമേ അലോട്ട്മെൻറ്റ് നടത്തുകയുള്ളൂ. പുതിയതായിട്ട് ഓപ്ഷനുകൾ ഒരു കാരണവശാലും ക്ഷണിക്കുകയില്ല. അപ്പോൾ 11-ാം തീയതി
നീറ്റ് 2025 ഓൾ ഇന്ത്യ തലത്തിലുള്ള അവസാന റൗണ്ടിൻ്റെ സ്ട്രേ വേക്കൻസിയുടെ ഫൈനൽ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.